ശ്രീമദ് ഭാഗവതം ക്ലാസ് 200. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 9 22-ാമത്തെ അധ്യായമാണ്. അതിലെ പാണ്ഡവ ദുര്യോധനാദികളുടെ ജനനമാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പം മഹാഭാരത കഥയിലേക്ക് അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതിൽ നിന്ന്? രാമൻ്റെ കാലഘട്ടത്തിൽ നിന്ന്, അതായത് കൊളോണിയലിസത്തിൽ നിന്ന്. രാമനും രാവണനും തമ്മിലുള്ള, വിദേശികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ആ കൊളോണിയലിസത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഘട്ടമാണ് കൃഷ്ണൻ്റെ കാലഘട്ടം, അല്ലെങ്കിൽ പാണ്ഡവരുടെ കാലഘട്ടം, ദുര്യോധനാദികളുടെ കാലഘട്ടം. അപ്പോൾ സ്വാതന്ത്ര്യ സമരം നടന്നത് 2-ാം ലോകമഹായുദ്ധമാണ്. കഥയിൽ രാമരാവണ യുദ്ധമാണ്. അതെല്ലാം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചത് തന്നെയാണ്. നമ്മളതെല്ലാം കടന്നു പോയിട്ടുണ്ട്. ഇനിയുള്ള കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. ഇപ്പം ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ മഹാഭാരത യുദ്ധം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷം വലിയൊരു യുദ്ധമാണ് മഹാഭാരത യുദ്ധം. അത് നമ്മൾ കണ്ടിട്ടില്ല. അതേസമയം 3-ാം ലോകമഹായുദ്ധവും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ 3-ാം ലോകമഹായുദ്ധം തന്നെയാണ് മഹാഭാരത യുദ്ധം. ഇന്ന് 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ ഒരു മട്ടിലെല്ലാമാണ് ലോകമുള്ളത്. അപ്പോൾ മഹാഭാരത യുദ്ധത്തിൻ്റെ നടുവിൽ തന്നെയാണ് നമ്മളുള്ളത് എന്ന് ഈ കഥ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. പക്ഷേ ഇവിടെ ചില രാജാക്കന്മാരെ പേരെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ വംശം ഇങ്ങനെ പ്രപഞ്ചം ഉണ്ടാകുന്നത് മുതൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം, നമ്മൾ നയിക്കുന്നത് കാലമാണ്. ഓരോ കാലഘട്ടത്തിൽ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം മുതലേ ഓരോ കാലഘട്ടത്തിലും നമ്മളിങ്ങനെ നയിച്ചു കൊണ്ടുവരുമ്പോൾ കാലം തന്നെയാണ് രാജാവ്. ആ ഓരോ കാലഘട്ടത്തിലെ കാലത്തെയാണ് ഓരോ രാജാവായി ചിത്രീകരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ രാജാവിൻ്റെ പേര് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാജാവിൻ്റെ സ്വഭാവം ആ കാലഘട്ടത്തിൽ പ്രകടമാണ്. ആ കാലഘട്ടത്തിൽ രാജാക്കന്മാരെങ്ങനെ പ്രവർത്തിക്കും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്. അല്ലാതെ ആ കാലത്തിൽ ആ പേരിലുള്ള രാജാവ് ഉണ്ടാകണമെന്നില്ല. പക്ഷേ അന്നത്തെ ഭരണാധികാരികൾ ഏകദേശം അതേപോലെയാണ് പ്രവർത്തിക്കുക. ആ തരത്തിലാണ് ഈ പരമ്പര ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം നമുക്ക് കഥയിലേക്ക് വരാം. ശ്രീസുകൻ 1 പറയുകയാണ്, മുദ്ഗലൻ്റെ പുത്രൻ ദിവോദാസൻ, ദിവോദാസൻ്റെ പുത്രൻ മിത്രയൻ, അവന് ചവനൻ, സോമകൻ, സഹദേവൻ, സുദാസൻ എന്നീ പുത്രന്മാരുണ്ട്. ഇതിൽ സോമകന് 100 പുത്രന്മാരുണ്ടായി. അവരിൽ ഏറ്റവും ഇളയവനാണ് പൃഷദൻ. ആ പൃഷദൻ്റെ പുത്രനാണ് ദ്രുപദൻ. അദ്ദേഹത്തിൻ്റെ പുത്രി ദ്രൗപദി അല്ലെങ്കിൽ പാഞ്ചാലി. അപ്പോൾ മഹാഭാരത യുദ്ധത്തിലൂടെ വിവരിക്കാൻ പറയുന്ന സ്ഥലങ്ങളെയെല്ലാം ഇവിടെ പരാമർശിച്ചു പോവുകയാണ്. കഥാപാത്രങ്ങളെയും പരാമർശിച്ച് ഒരു പേര് കൊടുത്തിട്ട് പരാമർശിച്ചു കൊണ്ടുപോവുകയാണ്. അതെല്ലാം കഥയിലുള്ള കഥാപാത്രങ്ങളാണ്. നേരിട്ടുള്ള ലോകത്തിൽ, നമ്മുടെ ചരിത്രത്തിൽ നമ്മളത് വേറെ പേരിലെല്ലാം നമ്മുടെ ഇക്കാലത്തെ പേരിൽ അവരെ കാണാൻ പറ്റും. അപ്പം ദ്രുപദൻ്റെ പുത്രിയായിട്ടാണ് ദ്രൗപദി അല്ലെങ്കിൽ പാഞ്ചാലി. അതൊരു വ്യക്തിയുമല്ല. അതെല്ലാം പിന്നെ ആ കഥയിൽ വരുമ്പോൾ പറയാം. കാരണം നമ്മൾ എന്തിനേയും കഥാപാത്രമായിട്ടാണ് കഥയിൽ പറയുക. അപ്പം വ്യക്തിയായിട്ട് പറയുന്നതും കഥയിൽ വരുമ്പോൾ വ്യക്തിയായിട്ട് പറയുന്നത് വേറെ ചില ആശയങ്ങളായിരിക്കും അവിടെ അർത്ഥമാക്കി എടുക്കേണ്ടത്. അല്ലാതെ ആളരൂപത്തിലൊന്നും എടുക്കരുത്. പിന്നെ ദ്രുപദന് ദൃഷ്ടദ്യുമൻ മുതലായ പുത്രന്മാരും ഉണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് 3-4 പറയുകയാണ്, ദൃഷ്ടദ്യുമ്നിൽ നിന്നും ദൃഷ്ടകേതു ഉണ്ടായി. എന്നിട്ട് ധർമാശ്വൻ്റെ, നേരത്തെ പറഞ്ഞ
ബർമാശൻ്റെ പിന്തുടർച്ചയായി വരുന്ന ഇവരെയാണ് പാഞ്ചാലന്മാർ എന്ന് പറയുന്നത്. ഇതെല്ലാം മഹാഭാരത കഥയിൽ കാണുന്ന കഥാപാത്രങ്ങളാണ്. ഇനി അജ്മീഡിൻ്റെ, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ അജ്മീഡിൻ്റെ മറ്റൊരു പുത്രനാണ് ഋക്ഷൻ. അവൻ്റെ പുത്രനാണ് സംവരണൻ. അപ്പം ഈ സംവരണന് സൂര്യൻ്റെ പുത്രിയായ തപതിയിൽ എന്ന് പറയുമ്പോൾ ഇതെല്ലാം വ്യക്തികളായിട്ട് എടുക്കരുത്. കുരു എന്നവ രാജാവ് ജനിക്കുന്നു. ആ കാലഘട്ടം കുരുവംശം എന്ന ആ കാലഘട്ടത്തെ നയിക്കുന്ന കാലത്തെയാണ് കുരു എന്ന രാജാവായിട്ട് നേരത്തെ പറഞ്ഞു. ഓരോ കാലഘട്ടത്തെ, ആ കാലത്തെ നയിക്കുന്ന, ആ കാലത്തിൽ നയിക്കുന്ന ശക്തി വിശേഷത്തെയാണ് ഓരോ രാജാവിൻ്റെ പേരിൽ പറഞ്ഞു വരുന്നത്. അതാണ് കുരു എന്ന രാജാവ്. അവനാണ് കുരുക്ഷേത്രം സ്ഥാപിച്ചത്. കുരുക്ഷേത്രം എന്ന് പറയുന്നത് യുദ്ധം നടക്കുന്ന സ്ഥലമാണ്. അതെവിടെയാണ് നടക്കുന്നത്? മഹാഭാരത യുദ്ധമാണ്. അത് ഈ ലോകം തന്നെയാണ്. മൂന്നാം ലോക മഹായുദ്ധം ഇല്ലേ, മഹാഭാരത യുദ്ധം നടക്കാൻ പോകുന്നത് ഈ ഭൂമിയിലാണ്. അതാണ് കുരുക്ഷേത്രം. അത് സൂര്യൻ്റെ പുത്രിയിലൂടെ ഉണ്ടായി എന്ന് പറയാണ്. അതായത് ഈ കാലത്തെ കുരുക്ഷേത്രം എന്ന ആ ഒരു സ്ഥലത്തെ, ദേശത്തെ, ഈ മഹാഭാരത യുദ്ധം നടക്കുന്ന ആ സ്ഥലത്തെയാണ് കുരുക്ഷേത്രമായിട്ട് വന്നത്. അത് സൂര്യൻ്റെ സന്തതിയിലൂടെ ഉണ്ടായത് തന്നെയാണ്. കാലമാണതിനെ നയിക്കുന്നത്. അപ്പം അവനാണ് കുരുക്ഷേത്രം സ്ഥാപിച്ചത്. പരീക്ഷിത്ത്, സുധനുസ്, ജച്ന, നിഷധാശ്വൻ എന്നിവർ കുരുവിൻ്റെ പുത്രന്മാരാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ ചില രാജാക്കന്മാരെയെല്ലാം പറഞ്ഞു. അതിൽ ആരുണ്ട്? പരീക്ഷിത്തുണ്ട്, സുധനുസുണ്ട്, ജച്നിയുണ്ട്, നിഷധാശ്വൻ ഉണ്ട്. ഇനി 5, 6, 7 സുധനുസിന് സുഹോത്രൻ എന്ന പുത്രനുണ്ടായി. സുഹോത്രന് ചെവനിന് കൃതി ഉണ്ടാകുന്നു. കൃതിക്ക് വസു ഉണ്ടാകുന്നു. വസുവിന് ബൃഹദ്രഥൻ ഉണ്ടാകുന്നു. ബൃഹദ്രഥനിൽ നിന്ന് കശാംബൻ ഉണ്ടാകുന്നു. കശാംബൻ മാത്രമല്ല, കശാംബനും മത്സ്യനും പ്രത്യഗ്രനും ചോദിവനും, അങ്ങനെ അത്രയും പുത്രന്മാർ ഈ ബൃഹദ്രഥനുണ്ടാകുന്നു. അവരെല്ലാം ചേതി രാജാധിപന്മാരായിട്ട് അറിയപ്പെടുന്നു. ഇനി ഈ ബൃഹദ്രഥന് തന്നെ കുശാഗ്രൻ എന്ന വേറൊരു പുത്രനുണ്ടാകുന്നുണ്ട്. വേറെ ഭാര്യയിലായിരിക്കാം. അവനിൽ നിന്നും ഋഷഭൻ ഉണ്ടാകുന്നുണ്ട്. അവന് സത്യഹിതൻ ഉണ്ടാകുന്നുണ്ട്. അവന് പുഷ്പവാൻ ഉണ്ടാകുന്നുണ്ട്. ആ പുഷ്പവാനിൽ നിന്നും ജഹു ഉണ്ടാകുന്നുണ്ട്. ഈ ബൃഹദ്രഥന് തന്നെ വേറൊരു ഭാര്യയിൽ ശിശുദേഹത്തിൻ്റെ 2 പാതി ഖണ്ഡങ്ങൾ പിറന്നു. അതായത് ശിശുവായിട്ടല്ല ജനിച്ചത്, പകുതിയായിട്ടുള്ള 2 ഭാഗങ്ങളായിട്ടാണ് ജനിച്ചത് എന്ന് പറയുകയാണ്. അപ്പം ഇതൊന്നും ചില ദേശത്തിൻ്റെ പ്രത്യേകതകൾ പറയാൻ വേണ്ടിയിട്ട് ഓരോ കഥാപാത്രത്തെ എത്തിക്കാൻ വേണ്ടിയാണ്. അതാത് കാലഘട്ടത്തിലെ അവരുടെ സ്വഭാവം എങ്ങനെയാണ്, അതുകൊണ്ടാണ് ജനിക്കുമ്പോൾ തന്നെ 2 പീസായിട്ടാണ് വന്നത്.
അതൊരു ചെറിയ കഥ പോലെ ഇവിടെ വ്യാഖ്യാനിക്കുന്നുണ്ട്, നോക്കാം. അപ്പോൾ 8 മാതാവിനാൽ രാത്രി നേരം പുറത്തേക്ക് ഹരിക്കപ്പെട്ട 2 ശരീരഭാഗങ്ങൾ അവിടെ അലയാൻ തുടങ്ങി എന്ന് പറയാണ്. മാതാവിൽ നിന്നും പുറത്തേക്ക് വന്ന രാത്രിയാണ് വന്നത്. 2 ശരീരഭാഗങ്ങൾ ഇങ്ങനെ പകുതിയായിട്ടാണ് പുറത്തേക്ക് വന്നത്. അതിങ്ങനെ അലയാൻ തുടങ്ങി. അപ്പം ജര എന്നൊരു പിശാച് ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവ തമ്മിൽ കൂട്ടിച്ചേർത്ത് കൊടുത്തു എന്ന് പറയുകയാണ്. ഒരു പിശാചാണ് കൂട്ടിക്കൊടുത്തത്. അവനാണ് ജരാസന്ധൻ. ഇപ്പം ഈ കഥാപാത്രങ്ങൾക്കെല്ലാം ചില പ്രത്യേകതകളുണ്ട്. അതായത് ഈ യുദ്ധത്തിൽ, മഹാഭാരത യുദ്ധത്തിൽ, 3ാം ലോകമഹായുദ്ധത്തിൽ ചില രാഷ്ട്രത്തിലെ ആൾക്കാർ ജരാസന്ധന്മാരുടെ സ്വഭാവമാണ് പ്രകടിപ്പിക്കുക. ജനിക്കുമ്പേ ഒന്നായിട്ടല്ല വന്നത്, 2ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ കൂട്ടിച്ചേർത്ത് ഒന്നാക്കിയതാണ്. അപ്പം അവൻ്റെ സ്വഭാവവിശേഷങ്ങൾ അവർ യുദ്ധത്തിൽ പ്രകടമാക്കും. അപ്പോൾ ആ യുദ്ധ സമയത്താണ് ഇവരുടെ സ്വഭാവമെല്ലാം പുറത്തേക്ക് വരുന്നത്. അപ്പം ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന്, എന്തുകൊണ്ടാണ് 2ആയി വന്നിട്ട് പിന്നെ യോജിച്ചത്. ചില ആൾക്കാരുടെ സ്വഭാവം അങ്ങനെയായിരിക്കും, ജനിക്കുമ്പോൾ ഒന്നായിട്ടൊന്നും വരില്ല, 2 പീസായിട്ട് വരും. പിന്നെ പിശാച് കൂട്ടിച്ചേർത്തുണ്ടാക്കിയ കക്ഷികളായിരിക്കും ഇവർ. അത് കഥയിലേക്ക് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ശാസ്ത്രീയമായിട്ട് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് തോന്നാം. അപ്പം ഈ 9 പറയുകയാണ്, ജരാസന്ധന് സഹദേവൻ ഉണ്ടായി, സഹദേവന് സോമാബി ഉണ്ടായി, സോമാബിയിലെ സുതസ്രവസ്സും ഉണ്ടായി. എന്നിട്ട് പിന്നെ പറയുകയാണ്, കുരു രാജാവിൻ്റെ ഒരു പുത്രനായ പരീക്ഷത്തിന് സന്താനമില്ലാത്തതായിട്ട് ഭവിച്ചു. അത് നേരത്തെ ഒരു പരീക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് സന്താനം ഇല്ല. ഇനി കുരു രാജാവിൻ്റെ മറ്റൊരു പുത്രനായ ജഹ്നു, അവന് സുരഥൻ എന്നൊരു പുത്രനുണ്ടായി. സുരഥനിൽ നിന്നും വിദൂരഥൻ ഉണ്ടായി. അതിൽ നിന്ന് സാർവഭൗമനുണ്ടാകും. സാർവഭൗമനിൽ നിന്നും ജയസേനനുണ്ടായി. ജയസേനനിൽ നിന്നും രാധികനുണ്ടായി. അതിൽ നിന്നും അമുദനുണ്ടായി. അതിൽ നിന്നും ക്രോധനൻ ഉണ്ടായി. അതിൽ നിന്നും ദേവാതിഥി ഉണ്ടായി. അതിൽ നിന്നും ഋഷ്യനുണ്ടായി. അതിൽ നിന്നും ദ്വിദീപനുണ്ടായി. അതിൽ നിന്നും ദിലീപനുണ്ടായി. അതിൽ നിന്നും പ്രദീപനുണ്ടായി. 12 പറയുന്നു, പ്രദീപനിൽ നിന്ന് 3 പേരുണ്ടായി. ദേവാപി, ശന്തനു, ബഹ്ലീകൻ. അതിൽ ദേവാപി മൂത്തവൻ. അപ്പം പ്രദീപന് 3 പേരുണ്ടായി, ദേവാപി, ശന്തനു, ബഹ്ലീകൻ. അതിൽ മൂത്തവൻ പിതാവിൻ്റെ രാജ്യം ഉപേക്ഷിച്ച്, പിതാവ് ഭരിക്കാൻ പറഞ്ഞപ്പോൾ അവനെ കൊണ്ട് പറ്റൂല എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ഉപേക്ഷിച്ചിട്ട് വനത്തിലേക്ക് പോയി. അതിനുശേഷം 13 പറയുകയാണ്, ശന്തനു കഴിഞ്ഞ ജന്മത്തിൽ മഹദിഷനാണെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ശന്തനു രാജാവായി. അപ്പം ശന്തനുവിന് കഴിഞ്ഞ ജന്മവുമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു യുഗമല്ല, പല യുഗങ്ങളിലുള്ള രാജാക്കന്മാരെയെല്ലാം ചേർത്തിട്ട് ഒരു രാജാവായിട്ട് ചിത്രീകരിച്ചതാണ് ശന്തനുവിന്. ശന്തനു ഒരു കാലഘട്ടത്തെ, ഒരു സമയത്തെ, ഇതുവരെ പറയുന്ന ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ പീരീഡിലെ രാജാവ് മാത്രമല്ല, കഴിഞ്ഞ കാലഘട്ടത്തിൻ്റെ എല്ലാ രാജാക്കന്മാരെയും കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞതാണ് ശന്തനുമായിട്ട് ഒരു രാജാവായിട്ട് ചിത്രീകരിച്ചത്. അതെന്താണെന്ന് കുറച്ച് വ്യക്തമാക്കാം പിന്നീട്. അപ്പം ശന്തനുവായാണ് രാജാവായത്. അവൻ കൈകൊണ്ട് ജരയുള്ള ആരെ തൊടുന്നുവോ അവൻ യുവത്വവും
മനപ്രസാദവും പ്രാപിക്കും. അവൻ വയസ്സായ ആരെ തൊട്ടാലും അവർ യുവാവായി തീരും, നല്ല മനപ്രസാദം ഉണ്ടാവുമെന്ന് പറയുകയാണ്. അതിനാണ് ശന്തനു എന്ന പേര് ലഭിച്ചത്. അതായത് വേദവ്യാസൻ കൊളോണിയലിസം കഴിഞ്ഞ ശേഷമുള്ള കഥയാണ് പറയാൻ പോകുന്നത്. വേദവ്യാസൻ ഭാഗവതത്തിലൂടെ മഹാഭാരതത്തിലൂടെ കൊളോണിയലിസത്തിൻ്റെ ശേഷമുള്ള കഥ പറയാൻ പോകുമ്പോൾ അതാണ് മഹാഭാരത യുദ്ധം. മഹാഭാരതം എന്ന കഥ അത് കൊളോണിയലിസത്തിന് ശേഷമുള്ളതാണ്. അതിനു മുമ്പുള്ള കാലഘട്ടം എന്നത് രാജവംശമായിരുന്നു. പൊതുവെ രാജാക്കന്മാരുടെ ഭരണമായിരുന്നു. കൃതയുഗത്തിൽ ഗോത്ര കാലഘട്ടത്തിലും കൊളോണിയലിസ കാലഘട്ടത്തിലും രാജഭരണമായിരുന്നു. അപ്പം ആ രാജഭരണം കൃതയുഗത്തിലെയും ത്രേതായുഗത്തിലെ കാലഘട്ടത്തിലെ രാജഭരണത്തെ എല്ലാം കൂടി ചേർത്തിട്ട് കഴിഞ്ഞ കഥയെ ശന്തനു എന്ന മഹാരാജാവായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയിട്ട് കൊളോണിയലിസം കഴിഞ്ഞിട്ടുള്ള കഥ വേദവ്യാസൻ സ്വയം ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിട്ട് അവതരിപ്പിക്കാൻ പോവുകയാണ് മഹാഭാരത കഥ. ഇപ്പം ശന്തനു എന്ന കഥാപാത്രം കഴിഞ്ഞ കാലഘട്ടമാണ്, കൊളോണിയലിസം വരെയുള്ളത്, കൃതയുഗം ത്രേതായുഗം. ആ കാലഘട്ടത്തിൽ രാജാവായിരുന്നു. ആ രാജാക്കന്മാരെല്ലാം ഒരു രാജാവായിട്ട് ശന്തനു എന്നൊരു കഥാപാത്രമായി ചിത്രീകരിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിൽ നിന്നെല്ലാം പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് കൊളോണിയലിസം കഴിഞ്ഞപ്പോൾ വേദവ്യാസം വരുന്നു, കുട്ടികളെ ഉണ്ടാക്കുന്നു. ആ കുട്ടികളുടെ കഥയാണ് നമ്മുടെ കഥയായിട്ട്, ഈ കാലഘട്ടത്തിൻ്റെ കഥയായിട്ട് പറയാൻ പോകുന്നത്. നമുക്കത് ക്രമത്തിൽ കാണാം. എന്നിട്ട് 14-15 പറയുകയാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ 12 വർഷം പർജന്യദേവൻ മഴ പെയ്യിപ്പിക്കുകയുണ്ടായില്ല. അപ്പോൾ ഇദ്ദേഹം ഭരിക്കുന്ന കാലത്ത് ഇദ്ദേഹം രാജ്യഭരണം ഏറ്റെടുത്തപ്പോൾ 12 വർഷത്തോളം പർജന്യനാണ് മഴ പെയ്യിപ്പിക്കുന്ന കക്ഷി. അത് നമുക്ക് ഋഗ്വേദത്തിലെല്ലാം കാണാം. അദ്ദേഹം മഴ പെയ്യിപ്പിച്ചില്ല. അപ്പോൾ ബ്രാഹ്മണരെല്ലാം കൂടിയിട്ട് അദ്ദേഹത്തോട് ഉപദേശിച്ചു, ചേട്ടനെ വെച്ചുകൊണ്ട് അനുജം ഭരണം ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യം നേരെ മൂത്തവനെ തന്നെ ഏൽപ്പിക്കണം. അതായത് അതൊരു അധർമ്മമാണ്. മൂത്തവൻ ഇരിക്കുമ്പോൾ ഇളവൻ കയറിയിട്ട് രാജ്യം ഭരിക്കുക എന്നാണ് അധർമ്മമാണ്. മൂത്തവൻ ഇഷ്ടപ്പെടാതെ പോയതാണ്. അതുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തെ കൊണ്ട് രാജ്യം ഏൽക്കാൻ പറയണമെന്ന് പറഞ്ഞു. അത് പരിവേത്താവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായ കീഴ്വഴക്കമാണ്. മൂത്തവൻ ഇരിക്കുമ്പോൾ ഇളയവൻ രാജ്യം ഭരിക്കരുത്. അതാണ് മഴ പെയ്യാതിരിക്കാൻ കാരണം. അതുകൊണ്ട് ജ്യേഷ്ഠനെ ഏൽപ്പിക്കണം എന്ന് പറയുന്നു. അങ്ങനെ 16-17 ആ ഉപദേശം കേട്ടിട്ട് അദ്ദേഹം ജ്യേഷ്ഠനോട് രാജ്യം ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെയെല്ലാം പറഞ്ഞയച്ചു. പക്ഷേ മന്ത്രിമാർക്ക് ഇവൻ വേദമാർഗത്തിൽ നിന്നും തികച്ചും ഭ്രംശമായിട്ട് അതിൽ വലിയ താല്പര്യമൊന്നുമില്ലാതെ അവരുടെ ആത്മീയതയിലേക്ക് അങ്ങനെ താല്പര്യം പോയി പോകുന്ന പാർട്ടിയാണ്. അങ്ങനെയുള്ള ഒരാളെ പിടിച്ചിട്ട് രാജ്യം ഏൽപ്പിക്കുന്നതിലും നല്ലത് ആര് തന്നെ ഭരിക്കുന്നതാണ്, ഈ സന്തര് ഭരിക്കുന്നതാണെന്ന് ഈ ബ്രാഹ്മണർക്ക് ഉപദേശിക്കാൻ പോയ ബ്രാഹ്മണർക്കെല്ലാം അറിയാം. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ ചൂടാക്കിയിട്ട് പലതും പറഞ്ഞെല്ലാം വിട്ടു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ പേരാണ് ദേവാബി. അതിനെ തിരസ്കരിക്കുന്ന തരം പരുഷമായ വാക്കുകളെല്ലാം പറയാൻ തുടങ്ങി. അവനെ ചൂടാക്കി വിട്ടിട്ട് അവൻ കുറേ രാജ്യഭരണത്തിൽ ഇതിനെല്ലാം തെറി പറയുന്ന തരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പം അവൻ തന്നെ നിഷേധിച്ചു. അവന് തന്നെ താല്പര്യമില്ലാതെ. അപ്പം പിന്നെ അനുജന് ഏറ്റെടുത്തല്ലേ പറ്റുക. അവൻ തന്നെ ഒരുമാതിരി ഭരണത്തിനെല്ലാം നിഷേധിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം പിന്നെ രണ്ടാമത്തവൻ ഏറ്റെടുക്കുന്നതിൽ തെറ്റില്ല. അത് സംഭവിച്ച ഉടനെ എന്ത് പറ്റി? പർജന്യൻ മഴ പെയ്യിപ്പിക്കുകയും
ചെയ്തു. പിന്നെ ഇദ്ദേഹം തന്നെ യോഗവിദ്യയെ അവലംബിച്ച്, അവൻ യോഗയെല്ലായിട്ട് നടക്കുന്ന കാര്യത്തിലാണ്. ഇതിലെല്ലാം ഇതിനെ കുറ്റം പറയല്ലോ. ഇത് അവൻ ആത്മീയത്തിൽ പോയതാണ്. ഇത് ഭൗതിക ലോകമാണ്. ഭൗതിക ലോകത്തിൽ എന്തില്ല, ഈ ആത്മീയവാദിക്ക് കാലമായ ലോകമാണ്. കുറേ പറയും എന്ത് നിങ്ങൾ മണ്ടന്മാർ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചെടുത്തിട്ട് രാജാവാക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോൾ യോഗവിദ്യയെ അവലംബിച്ച് കലാപമെന്ന ഗ്രാമത്തെ ഗ്രഹിച്ച ദേവാബി കലികാലത്തിൽ ചന്ദ്രവംശം നശിക്കവേ, ഈ കലിയുഗം കഴിയുമ്പോൾ പ്രളയം വന്നിട്ട് എല്ലാം നശിച്ചു കഴിഞ്ഞാൽ അടുത്ത കൃതയുഗത്തിൽ അദ്ദേഹം വന്നിട്ട് പിന്നെ രാജ്യം ഭരിച്ചു. ഹൃദയുഗത്തിൽ. അപ്പം ഈ ഭരണത്തിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. ഹൃദയുഗത്തിൽ പൊതുവേ വേറെ പണിയൊന്നും ഇല്ലല്ലോ. എല്ലാം പ്രളയം കഴിഞ്ഞിട്ടുള്ള അവസ്ഥയിലേക്ക് ഏകദേശം ഋഷികളെ സമാനമായിരിക്കും. അപ്പോൾ അക്കാലത്തേക്ക് അവൻ നോക്കിക്കൊള്ളാമെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ പാണ്ട് 19:20 പറയുന്നു, ശന്തനുവിന് ബാഹ്ലീകനുണ്ടായി, ബാഹ്ലീകന് സോമദത്തനുണ്ടായി, സോമദത്തനിൽ 3 പേരുണ്ടായി, ബ്രരീശ്രവസ്, ശലൻ, ഇങ്ങനെ 3 പേരുണ്ടായി. എന്നിട്ട് ശന്തന രാജാവിന് ഗംഗാദേവിയിൽ പരശുരാമന് പോലും സ്നേഹം സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഭീഷ്മരുണ്ടായി. അപ്പം ശന്തനു മഹാരാജാവ് ഞാൻ പറഞ്ഞല്ലോ കുറേ കാലഘട്ടത്തിൻ്റെ, ആ കാലഘട്ടത്തിൻ്റെ കുറച്ചാളെല്ലാം പേര് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ്. ഈ കാലഘട്ടത്തിൽ തന്നെ എടുക്കാം, കാരണം കഥയിൽ ഇതെല്ലാം കയറി വരികയാണെങ്കിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഗംഗാദേവിയിലാണ് ഭീഷ്മർ ഉണ്ടായത്. അപ്പോൾ ആരാണ് ഈ ശന്തനു? ആ കാലമാണ്. ഈ കഥ നയിക്കേണ്ട കാലമാണ്. ഏതിനു ശേഷം? കൊളോണിയലിസത്തിന് ശേഷം. അപ്പോൾ ഗംഗാദേവിയിലാണ് ശന്തനു രാജാവിന് ഭീഷ്മർ ജനിക്കുന്നത്. അതായത് നദീതടങ്ങളിലാണ് സംസ്കാരങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഗംഗാ നദീതടങ്ങളിലാണ് സംസ്കാരങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ശന്തനു എന്നത് കാലമാണ്, പുരുഷൻ പ്രകൃതി. പ്രകൃതി നദീതടങ്ങളിലാണ് ഉണ്ടാകുന്നത്. പുരുഷന് ശന്തനു ആ കാലഘട്ടത്തിൻ്റെ രാജാവ്, അല്ലാതെ യഥാർത്ഥ രാജാവല്ല. ആ കാലം തന്നെയാണ്. ആ കാലം നമ്മളെ നയിക്കുന്ന കാലം അത് രാജാവാണ്. ആ രാജാവിനാണ് ശന്തനു എന്ന് പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ ഗംഗാ നദിയിൽ ഭാരത സംസ്കാരം, ഭീഷ്മർ എന്നൊരാൾ ജനിക്കുന്നു. ഒരു സംസ്കാരം ഉടലെടുക്കുന്നു ആ നദീതടങ്ങളിൽ. ഇനി ഭീഷ്മർ. എന്നിട്ട് പിന്നെ ശന്തനുവിന് മുക്കുവ പെൺകുട്ടിയിൽ ചിത്രാംഗതൻ, വിചിത്രവീരൻ എന്ന വേറെ 2 പേരും ജനിക്കുന്നു. അതേ കാലത്ത് വേറൊരു നദിയിൽ മുക്കുവന്മാരുടെ പെൺകുട്ടിയിൽ, നമുക്കറിയാം വിദേശികളുടെ കഥയിലെല്ലാം മുക്കുവന്മാരെ പറ്റി കുറേ പറയുന്നുണ്ട്. മുക്കുവന്മാർ, മത്സ്യം പിടിക്കുന്നവർ, വിദേശികൾ. അത് വേറൊരു നദീതടത്തിൽ വേറെ തരം സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംസ്കാരങ്ങളെയാണ് ചിത്രാംഗതൻ, വിചിത്രവീരൻ എന്ന് പറയുന്നത്. അത് വിദേശ സംസ്കാരങ്ങളാണ്. ഇപ്പം ഭാരതത്തിൽ ഒരു സംസ്കാരം ഉണ്ടായിട്ടുണ്ട്, അത് ഭീഷ്മരിലൂടെയാണ് പോകുന്നത്. വിദേശത്ത് 2 സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചിത്രാംഗതനും വിചിത്രവീരനും. 2 സംസ്കാരങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് ആരാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഇനി കുറച്ചും കൂടി വ്യക്തത വരും. സത്യവതിയെ ശന്തനു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പരാശരമുനിയിൽ
ശ്രീഹരിയുടെ അംശമായ വേദങ്ങളെ വ്യസിച്ച കൃഷ്ണൻ എന്ന മുനി ജനിച്ചു. അവനിൽ നിന്നും ഞാൻ ജനിച്ചു. അതിലൂടെ ഭാഗവതത്തെ അഭ്യസിച്ചു. അതാരാണ്? അപ്പം അതേ സംസ്കാരത്തിൽ പരാശര മുനിയിൽ നിന്ന് ആ വിദേശ നദിയുടെ തീരത്ത് വെച്ച് വേറെ നദി വേറെ സംസ്കാരമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ മുക്കുവശ്രീയിലാണ്, അത് പുറത്താണ്. പരാശര മുനി പുറത്ത് വെച്ചിട്ട് ഭാരതത്തിൻ്റെ പുറത്ത് വെച്ച്, പരാശരൻ എന്ന് പറഞ്ഞാൽ വേദവ്യാസൻ്റെ അച്ഛൻ, വേദവ്യാസൻ ജനിച്ച കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പം ഈ വേദവ്യാസനെല്ലാം ജനിച്ചത് വേറൊരു മുക്കുവശ്രീയിൽ പരാശരന്, അതായത് പ്രളയം നടക്കുന്ന സമയത്ത്, കഴിഞ്ഞ യുഗത്തിൽ പ്രളയം നടക്കുന്ന സമയത്തെല്ലാം ഭാരതത്തിലുള്ളവരും വിദേശത്തുള്ളവരുമെല്ലാം വെളിയിൽ പോയിട്ട് അവിടുന്ന് റോക്കറ്റിലാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഭാരതത്തിൽ നിന്ന് തന്നെ പോകുന്നവരും എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടിയിട്ടാണ് റോക്കറ്റിൽ രക്ഷപ്പെട്ടിരിക്കുന്നത്. അത് ആർക്കൈം എന്നൊരു സ്ഥലമാണെന്ന് റഷ്യൻ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഒരു റോക്കറ്റിൻ്റെ മാതിരിയിലാണ് കെട്ടിടങ്ങളെല്ലാം പണിതിരുന്നത്. എന്നിട്ട് ആ പ്രളയം നടക്കുന്ന സമയത്ത് റോക്കറ്റിൽ രക്ഷപ്പെടത്തക്കവണ്ണമുള്ള ഒരു സംവിധാനം അവിടെ പുരാവസ്തു ഗവേഷണം കണ്ടെത്തിയിട്ടുണ്ട്. അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് പിന്നെ ആർട്ടിക് തീരത്തേക്ക് പോയിട്ട് അവിടുന്ന് പിന്നെ ഭാരതത്തിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. ചരിത്രകാരന്മാരും വിദേശത്ത് നിന്നാണ് ആര്യന്മാർ വന്നത് എന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ആ വിദേശത്ത് നിന്ന് വരാൻ കാരണം അതിനു മുമ്പിൽ പ്രളയം നടക്കുമ്പോൾ ഇവിടെയുള്ളവർ രക്ഷപ്പെട്ടിട്ട് ബഹിരാകാശത്ത് പോയിട്ട് അവർ ആർട്ടിക്കിൽ വന്നു. പിന്നെ ഇവിടെയെല്ലാം ശരിയായപ്പോൾ അവർ നേരെ ഇവിടത്തേക്ക് തിരിച്ചു വന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് വേദങ്ങൾ എഴുതി നമുക്ക് തന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ പിന്നെ എവിടെയോ അവരുടെ വഴിക്ക് തന്നെ അവരും സ്ഥലം വിട്ടു. ഇവിടുന്ന് പോയവരായതുകൊണ്ട് ഇവിടെ തന്നെ വന്നിട്ട്, അത് ചരിത്രകാരന്മാരും കണ്ടെത്തിയിട്ടുണ്ട്, അവർ വിദേശികളാണ്, ആര്യന്മാർ വിദേശത്ത് നിന്ന് വന്നതാണ്. പക്ഷേ അതേസമയം അവർ ഇവിടെ നിന്ന് പോയവരാണ്. പ്രളയം ഉണ്ടായപ്പോൾ അത് ആർക്കൈവിൽ നിന്നാണ് പോയിരിക്കുന്നത്. അത് റഷ്യൻ ശാസ്ത്രജ്ഞർ പറഞ്ഞതാണ്, അവിടെ പുരാവസ്തുവിൽ കണ്ടെത്തിയതാണ്. ഇത് ഭാരതത്തിലെ ആര്യന്മാരാണ്, ഇവർ ആർട്ടിക്കിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ തിരിച്ച് ഭാരതത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നെല്ലാം അവർ കണ്ടെത്തിയ നിഗമനങ്ങളാണ്. യൂട്യൂബിൽ തിരഞ്ഞാൽ കാണാം. അപ്പോൾ ഈ പരാശര മുനി പുറത്തുള്ള ഏതോ ഒരു സ്ത്രീയിൽ നിന്ന് തന്നെയാണ് വേദങ്ങളുടെ ഋഷികളെല്ലാം ഉണ്ടായിട്ടുണ്ട്. കാരണം അവരെല്ലാം എത്രയോ യുഗങ്ങൾ പുറത്തെല്ലാം പോയി താമസിച്ചെല്ലാം വരുമ്പോൾ അവർ പരസ്പരം പ്രേമിക്കും, ശാസ്ത്രജ്ഞന്മാരല്ലേ. അതുകൊണ്ടാണ് മുക്കുവശ്രീ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള വേദവ്യാസനിൽ നിന്നാണ് ഞാൻ ജനിച്ചത്, അതിലൂടെ വേദത്തെ അഭ്യസിച്ചു എന്ന് പറയുകയാണ്. എന്നിട്ട് 22 പറയുന്നു, സർവജ്ഞനായ ഈ വേദവ്യാസൻ പൈലാദികളായ ശിഷ്യന്മാരെ കൊണ്ട്, അത് നമ്മൾ വേദങ്ങൾ വ്യസിച്ചിട്ട് പൈലനെയാണ് ഏൽപ്പിച്ചത് എന്ന് നമ്മൾ മുമ്പ് വേറൊരു ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു. വേദങ്ങളെല്ലാം പൈലനെ ഏൽപ്പിച്ചു. ഋഗ്വേദം തന്നെയാണെന്ന് എൻ്റെ ഓർമ്മ, അത് കേട്ടോ. അപ്പം വേദവ്യാസനെ ഏൽപ്പിച്ചു. ആ പൈലിനെ കൊണ്ട് പുത്രനെ പഠിപ്പിച്ചു. വേദവ്യാസൻ്റെ പുത്രനെ പഠിപ്പിച്ചിട്ട് ശമദാദി ഗുണങ്ങളോടുകൂടിയ ആ പുത്രന് ഉപദേശിച്ചു കൊടുത്തു. ഏത്? ആ ഭാഗവത കാര്യങ്ങളെല്ലാം. അപ്പം വേദവ്യാസൻ്റെ പുത്രന് വേദവ്യാസൻ്റെ ശിഷ്യന്മാരിലൂടെ വേദങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു. അതാണിപ്പോൾ ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? പരീക്ഷത്തിന്
പറഞ്ഞു കൊടുക്കുന്നത്. ഇനി 23, 24. അപ്പോൾ ശന്തനുവിന് ശേഷം വിദേശത്താണല്ലോ കുട്ടികൾ ഉണ്ടായത് 2. ഭീഷ്മർ ഇവിടെയുണ്ട് ഭാരതത്തിൽ. വിദേശത്തെ നദീ തീരങ്ങളിൽ ഉണ്ടാകുന്ന സംസ്കാരങ്ങളാണ് ചിത്രാംഗതനും വിചിത്രവീരനും. അതില് ആദ്യം ചിത്രാംഗതനാണ് രാജ്യഭാരമേറ്റത്. ചിത്രാംഗതൻ എന്ന് പറയുമ്പോൾ കലകളിൽ താല്പര്യമുള്ളവരാണ് അവർ. നമുക്കറിയാം ഇസ്ലാമിക സംസ്കാരമാണ്. വിദേശത്തുള്ള അറബികളാണ് ആദ്യം ലോകത്തെ കീഴടക്കിയതെന്ന് ചരിത്രത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അവർ കലാപരമായിട്ട് കുറേ വാസനകളിലുള്ളവരാണ്. അവർ നിർമ്മിച്ച താജ്മഹൽ പോലെയുള്ള കെട്ടിടങ്ങളെല്ലാം, അവർ അങ്ങനെ സുന്ദരമായ കെട്ടിടങ്ങളെല്ലാം കലാവാസനയുള്ളവരാണ്. അങ്ങനെയുള്ള അവർ രാജ്യം ഭരിച്ചിട്ട് പിന്നെ എന്ത് പറ്റി? ഈ ബ്രിട്ടീഷുകാരെല്ലാം വന്നപ്പോൾ അവരുടെ സാമ്രാജ്യം തകർന്നു. ആ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അവർ തമ്മിൽ മരിക്കുകയാണ് യുദ്ധം ചെയ്തിട്ട്. അച്ഛൻ മോൻ പിടിച്ച അച്ഛനെ ജയിലിടുന്ന സംഗതികളെല്ലാം നമുക്ക് ആ രാജവംശത്തിൽ കാണാം. തമ്മിൽ അവർ തമ്മിൽ തമ്മിൽ. അതുകൊണ്ട് ചിത്രാംഗതൻ്റെ കഥ എങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ചിത്രാംഗതൻ്റെ കാലഘട്ടത്തിൽ വേറൊരു ചിത്രാംഗതൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ചിത്രാംഗതൻ വന്ന് മറ്റേ ചിത്രാംഗതൻ, അങ്ങനെ 2 പേരും ഒരു സമയം ഉണ്ടാകും പറഞ്ഞ് അവനെ കൊന്നു, അങ്ങ് അവരെ നശിച്ചു എന്നാണ് പറയുന്നത്. അവർ തമ്മിൽ നശിച്ചു. പിന്നെയാണ് വിചിത്രവീരൻ രാജാവായത്. വിചിത്രവീര്യൻ എന്ന് പറയുന്നത് വിദേശികളാണ്. കഴിഞ്ഞ ചരിത്രം പറയാണ്, ആ വിദേശികളിൽ നിന്നാണ് കൊളോണിയലിസം വന്നത്. ഇപ്പം വിചിത്രവീരൻ എന്നാണ്. അവർ വിചിത്രവീരന്മാരാണ്. അവർക്ക് ശൗര്യമാണുള്ളത്. അവരാണ് പിന്നെ ലോകം മുഴുവൻ കീഴടക്കുക. നെപ്പോളിയനും എല്ലാ വിചിത്രവീരന്മാരിൽ പെടുത്താം. അവർക്ക് വേണ്ടിയിട്ടാണ് ഭീഷ്മര് 23, 24 പറയാണ്, കാശി രാജാവിൻ്റെ പുത്രിമാരെ അംബിക, അംബാലിക എന്നിവരെ കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ആരെ കൊണ്ട്? വിചിത്രവീര്യനെ കൊണ്ട്. ഭീഷ്മര്, അതായത് ഭാരതത്തിലുള്ളവര് വിദേശികളെ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ് ഭീഷ്മർക്ക് താല്പര്യം. ഭീഷ്മര് ഭാരതം ആരെയും ലോകം ഭരിക്കാൻ പോയിട്ടില്ല. പക്ഷേ മറ്റുള്ള വിദേശികൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു അവരെല്ലാം വലിച്ചു കെട്ടി സ്വീകരിക്കലായിരുന്നു അവരുടെ സംസ്കാരം. അപ്പം അംബിക അംബാലികയിലൂടെയായിട്ടാണ് പുതിയ സംസ്കാരങ്ങൾ, അറബി സംസ്കാരങ്ങളും ബ്രിട്ടീഷ് സംസ്കാരങ്ങളെല്ലാം വളർന്നിരുന്നു. അവർക്ക് എന്തെല്ലാം ഒത്താശകൾ ചെയ്തു കൊടുത്തു അതെല്ലാമായിരുന്നു ഭീഷ്മരുടെ താല്പര്യം. അതാണ് കാശി രാജാവിൻ്റെ പുത്രിമാരെ പിടിച്ചിട്ട് അവരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. എന്നിട്ട് അവരെ സംസ്കാരങ്ങളാണ് വളർന്നത്. എന്നിട്ട് അവർ സുഖിച്ചു. അങ്ങനെ ആ 2 പെമ്പിള്ളേരെ കൊണ്ട് സുഖിച്ചിരിക്കുമ്പോഴാണ് എന്ത് പറ്റിയത്? അവർ ക്ഷയം വന്ന് മരിച്ചു എന്ന് പറയുകയാണ്. കൊളോണിയലിസത്തിൽ ആ കാലഘട്ടത്തിൽ ഭാരതത്തിലുള്ള രാജാക്കന്മാർ വിദേശികൾ വരുമ്പോൾ എല്ലാ സൗകര്യവും ആദ്യം അറബികൾ വന്ന് വിളിച്ചു സ്വീകരിച്ചു. എന്തെല്ലാം വേണ്ടതെന്ന് വെച്ചാൽ അവരിവിടെ ഭരിച്ചിട്ട് പോയി. പിന്നെ ബ്രിട്ടീഷുകാർ വന്ന് അവർക്ക് വേണ്ട എല്ലാ സേവനവും ചെയ്തു കൊടുത്തു. ഇതെല്ലാമാണ് ഭീഷ്മരുടെ പരിപാടി. പിന്നെ അവസാനം യുദ്ധം കഴിഞ്ഞു, ലോകമഹായുദ്ധം കഴിഞ്ഞു, രാമയുദ്ധം കഴിഞ്ഞു, കൊളോണിയലിസം കഴിഞ്ഞു, ലോകം സ്വതന്ത്രമായി, വിദേശാധിപത്യവും തകർന്നു. ഇനി പുതിയൊരു വ്യവസ്ഥിതി ഉണ്ടാണ്. ഇനി ലോകം എങ്ങോട്ടേക്ക് പോകണം? ആ ചോദ്യം ഉത്ഭവിച്ചു. ആ സമയത്ത് 25-ൽ
സന്തതികളില്ലാതെ മരിച്ചതിനാൽ, അപ്പോൾ അവർക്കൊന്നും സന്തതികളില്ല. ആര്? വിദേശ സംസ്കാരത്തിന്, അറബികൾക്കുമില്ല, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുമില്ല. അതായത് കൊളോണിയലിസം തീർന്നു. പിന്നെ അവരെ മക്കളെ ഭരിക്കാൻ വേറെ സംഗതിയില്ലല്ലോ. അതുകൊണ്ട് കഥയിൽ എന്ത് പറഞ്ഞു? സന്തതികളില്ലാത്തതിനാൽ മാതാവായ സത്യവതി വേദവ്യാസന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് കുട്ടികളെ ഉണ്ടാക്കണം. വേദവ്യാസം പറഞ്ഞ് ശരി, ഉണ്ടായിക്കളയാണ്. അങ്ങനെ വേദവ്യാസനുണ്ടായ പുത്രരാണ് ധൃതരാഷ്ട്രരും പാണ്ഡുവും വിദുരരും. ഇനി വേദവ്യാസനാണ് ആ ഇനിയുള്ള സംസ്കാരത്തിൻ്റെ കഥ പറയാൻ പോകുന്നത്. അങ്ങനെ വേദവ്യാസനുണ്ടായ കുട്ടികളാണ് ധൃതരാഷ്ട്രർ, കണ്ണില്ലാത്തവർ. അപ്പം വേദവ്യാസന്റെ മക്കളാണ് നമ്മളെല്ലാം. കൊളോണിയലിസത്തിന് ശേഷം ലോകത്തുള്ളവരെല്ലാം അവർ ഒരു വിഭാഗത്തിനാണെങ്കിൽ കണ്ണില്ല. നമ്മളെ കാര്യമാണ് പറയുന്നത്, നമുക്ക് കണ്ണില്ല. വേറൊരു വിഭാഗമാണ് പാണ്ഡുവാണ്, വിളറിയവരാണ്. അപ്പം കൊളോണിയലിസത്തിന് ശേഷമുള്ള ജനങ്ങൾ ഒന്നിക്ക് കണ്ണില്ലാത്ത മക്കളാണ്, അല്ലെങ്കിൽ വിളറിയവരാണ്. പിന്നെ കുറച്ചും കൂടി എല്ലാം തികഞ്ഞിട്ടുള്ളത് ഒരു വേലക്കാരിയിലുണ്ടായതാണ്. അതാണ് വിദുരർ. വേലക്കാരി എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗം, അധ്വാനിക്കുന്ന വർഗം, ജനവിഭാഗം. ആ ജനവിഭാഗത്തിന് മാത്രമേ കാര്യങ്ങളെല്ലാം ശരിക്കും നോക്കിയാൽ മനസ്സിലാകത്തുള്ളൂ. ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത, നല്ല പഠിപ്പും വിദ്യാഭ്യാസവും എല്ലാം ഉള്ളവർ, പഠിക്കുന്നതിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അവന് കണ്ണുണ്ടാവില്ല. അല്ല, നല്ല പഠിക്കലും താല്പര്യമുള്ളവരാണെങ്കിൽ അവനെന്താണ്? വളറിയവനാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ കോളേജിൽ നിന്നെല്ലാം ഇറങ്ങുന്ന ബുദ്ധിയുള്ള നല്ല മക്കളുണ്ട്. പക്ഷേ അവർ പ്രകടിപ്പിക്കാൻ കഴിവില്ലാത്തവരാണ്. നാട്ടിൽ നടക്കുന്ന അധർമ്മങ്ങളെ ഒന്നും കണ്ടാൽ അവന് പ്രതികരിക്കാനുള്ള ശേഷി തീരെയില്ല. ആ പ്രതികരണ ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് ഈ നാട് ഇങ്ങനെയായി പോകുന്നത്. ഇനിയുള്ള നാട് ഇങ്ങനെയാകുന്നത് ബുദ്ധിയെല്ലാം ഉണ്ട്. ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും ഈ നാട്ടിൽ എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. പിന്നെ ഞാനായിട്ട് എന്തിനില്ലാത്ത എല്ലാം ഇറങ്ങുന്ന അവരെന്തോ കാട്ടിക്കൊണ്ടിട്ട് കൊള്ളയടിക്കുകയോ വെട്ടി വിഴുങ്ങിയോ എന്തോ ചെയ്തോട്ടെ, എനിക്ക് ഇതിലൊന്നും തലയിടാൻ പറ്റില്ല. പിന്നെയുള്ള ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ കുരുടരാണ്. ഈ നാട്ടിലുള്ള ഒന്നും കാണില്ല. വളരെവനാണെങ്കിൽ എല്ലാ ബുദ്ധിയുണ്ട്, പക്ഷേ പ്രതികരിക്കില്ല. നാട്ടിൽ എന്ത് നടന്നാൽ മറ്റുള്ളവർക്കാണെങ്കിൽ കാണാനും പറ്റില്ല. ഇങ്ങനെയുള്ള രണ്ട് വിഭാഗങ്ങളാണ്. പിന്നെ കുറച്ച് ഗുണമുള്ളൊരു കക്ഷിയുണ്ട്, വിദുരര്. അത് തൊഴിലാളികളുടെ വ്യക്താവാണ്. തൊഴിലാളികൾ പ്രതികരിക്കുന്നുണ്ട്. ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. നല്ല പഠിക്കാൻ താല്പര്യമുള്ളവർ, നല്ല ബുദ്ധിയെല്ലാം ഉണ്ടാവും, പക്ഷെ പ്രതികരണശേഷി ഒന്നുമില്ല. ഈ അധർമ്മങ്ങൾ നടക്കുമ്പോൾ അവന് പ്രതികരിക്കാൻ പറ്റാതെ വായു പൂട്ടിയിരിക്കുന്ന സ്വഭാവങ്ങളാണ്. മനസ്സിലാകാണ്ടാണോ നാളത്തിൽ നടക്കുന്ന മുഴുവൻ അധർമ്മമാണ്, പക്ഷേ പ്രതികരിക്കില്ല. ഞാനായിട്ട് എന്തിന് എന്ന് പറഞ്ഞ് നടക്കുന്നു ബുദ്ധിയുള്ളവർ. വേറൊരു വിഭാഗത്തിനാണെങ്കിൽ ഇതൊന്നും കാണാനും കേൾക്കാനുള്ള കഴിവുമില്ല. അങ്ങനെയുള്ള മനുഷ്യരാണ് വേദവ്യാസം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ്. പിന്നെ പ്രതികരിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അത് തൊഴിലാളി വർഗമാണ്. അതാണ് വിദുരര്. അദ്ദേഹം ദീർഘവീക്ഷണത്തിലൂടെ അവരൊന്നും പറയാതെ ആ കാര്യം പോക്ക് ഇങ്ങനെയാണ്, അങ്ങനെ പറയുന്നവർ കുറച്ച് പേരുണ്ട്. അത് അധ്വാനിക്കുന്ന ചില വിഭാഗത്തിലാണുള്ളത്. പക്ഷേ അവരെ മറ്റേ ഭരണത്തിലിരിക്കുന്നവർക്ക് കണ്ടും കൂടാ. ഇങ്ങനെയുള്ള സമൂഹമാണ് ഇവിടെ ഉള്ളത്. എന്നിട്ടോ ഗാന്ധാരിയിൽ ധൃതരാഷ്ട്രർക്ക്, അങ്ങനെ കുരുടനായ ധൃതരാഷ്ട്രർക്ക് 100 പുത്രന്മാർ ജനിച്ചു. അവരിൽ ജ്യേഷ്ഠനാണ് ദുര്യോധനൻ. കണ്ണില്ലാത്തവൻ്റെ മക്കളാണ് ദുര്യോധനൻ. എല്ലാ ദുര്യോഗത്തിനും, ഈ നാട്ടിലുള്ള എല്ലാ ദുര്യോഗത്തിനും കാരണം ഈ ദുര്യോധനന്മാരാണ്.
അവരെത്ര പേരുണ്ട്? 100 പേരുണ്ട്. മറ്റവിടുത്തെ 5 അത് 5 100, 100-ൽ 5% ജനം മാത്രമേ ഉള്ളൂ ഈ കുറച്ചെങ്കിലും പ്രതികരിക്കാൻ ശേഷിയുള്ളവരായിരിക്കും. അതവിടെ നിൽക്കട്ടെ. അപ്പം ജ്യേഷ്ഠൻ ദുര്യോധനനും പിന്നെ ഒരു ദുശ്ശള എന്ന ഒരു പുത്രിയും ഉണ്ട്. ഇനി 27 കാട്ടിൽ വെച്ചുണ്ടായ മൃഗശാപം മൂലം എന്ന് പറയുന്നത് ഒരു ഋഷി ശപിച്ചത് മൂലം ശ്രീ സംയോഗം വിരോധിക്കപ്പെട്ടതാണ് പാണ്ഡു. പാണ്ഡുവിനൊരു ശാപം കിട്ടിയത് കൊണ്ട് അതുകൊണ്ട് നീ സ്ത്രീയായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ മരിച്ചു പോവാ സമയം എന്നുള്ളത് കൊണ്ട് കുന്തിദേവിയിൽ 3 പുത്രന്മാർ ജനിച്ചു. അത് പാണ്ഡുവിലല്ല ജനിച്ചത്. പാണ്ഡുവാങ്കി വിളറിപ്പോകുമായിരുന്നു. പക്ഷേ വിളറാതെ ധർമ്മപുത്രരിലും വായുഭഗവാനിലും ദേവേന്ദ്രനിലുമാണ് ജനിച്ചത്. ധർമ്മപുത്രരിൽ യുധിഷ്ഠിരൻ, അതായത് അത് പാണ്ഡവ പക്ഷത്താണുള്ളത്. പാണ്ഡവർക്ക് എല്ലാ ബുദ്ധിയും തികഞ്ഞവരാണ്, പ്രതികരണ ശേഷിയില്ലാതായിപ്പോയി. അതുകൊണ്ട് അവൻ്റെ മക്കളല്ല ഉണ്ടായിരിക്കുന്നത്. ആ ജനങ്ങളുടെ ഇടയിൽ ഒരു 5 പേര് നല്ല ആൾക്കാരുണ്ട്. അത് ധർമ്മനിഷ്ഠരായവര്, വായുവിൻ്റെ പുത്രനായ ഭീമസേനൻ, ശരീരബലമുള്ളവര്, ധർമ്മത്തിനനുസരിച്ച് നീങ്ങുന്നവര്, ശരീരബലമുള്ളവര്, ഇന്ദ്രൻ, എല്ലാറ്റിനും നേതൃത്വം ഏറ്റെടുക്കുന്ന ഇന്ദ്രൻ്റെ പുത്രൻ അർജുനൻ. ഇങ്ങനെ 3 ഗുണങ്ങളിലുള്ള പുത്രന്മാര് ഈ പാണ്ഡുവിൽ, എല്ലാം തികഞ്ഞ ബുദ്ധി തികഞ്ഞ നല്ലയാളായ പാണ്ഡുവിൽ, പക്ഷേ വിളറിപ്പോയവനിൽ ഈ ശക്തികൾ തന്നെ അവരുടെ ഇടയ്ക്ക് ഇങ്ങനെ 3 പേരെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതായത് ഈ സമൂഹത്തിൽ പ്രതികരണശേഷിയുള്ള, സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന, ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കുന്ന, നീതിക്ക് വേണ്ടി നിലനിൽക്കുന്ന 3 പേര് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ മാദ്രിയിൽ പാണ്ഡുവിന് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു, 28. അശ്വിനി കുമാരന്മാരുടെ പുത്രന്മാരായിട്ട് നകുലനും സഹദേവനും ഉണ്ടായിട്ടുണ്ട്. നകുലവും സഹദേവൻ. അപ്പോൾ 5 പുത്രന്മാരാണ് ഇതേപോലെ ഉണ്ടായിരിക്കുന്നത്. അശ്വിനി കുമാരന്മാർ എന്ന് പറഞ്ഞാൽ ബലങ്ങളാണ്, കർമ്മം ചെയ്യാൻ എന്തിനും സഹായിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൽ ഈ വേദവ്യാസന്റെ മക്കളിൽ, അതായത് നമ്മുടെ ഇടയ്ക്കുള്ള ഈ ലോകത്തിൽ 5 പേര്, 100 പേരുണ്ടെങ്കിൽ അതിൽ 5 പേര് മാത്രമാണ് ധർമ്മിഷ്ഠര്, ധർമ്മത്തിനനുസരിച്ച്, നീതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവര്. ലോകത്തേക്ക് നയിക്കുവാൻ കഴിവുള്ള ക്ഷത്രിയനായ അർജുനൻ, അതായത് ബുദ്ധിശക്തി കൊണ്ട്, ധർമ്മത്തിനനുസരിച്ച ബുദ്ധിശക്തി, ലീഡർഷിപ്പ് ക്വാളിറ്റി, നയിക്കുവാൻ കഴിവുള്ളവര് അർജുനൻ, ഭീമൻ. പിന്നെ ഭീമൻ എന്ന് പറഞ്ഞാൽ എന്തിനും ഇറങ്ങിത്തിരിക്കാൻ തൻ്റെ ഇടമുള്ള ആൾക്കാർ 3. പിന്നെ കുലമില്ലാത്തവർ, ലോകത്തെ ഒന്നായി കാണാൻ കഴിവുള്ളവർ. ലോകത്തെ ഒന്നായിട്ട് കാണാൻ കഴിവുള്ളവർ, ലോകമൊന്നായിട്ട് കാണണം. സഹദേവൻ, സഹകരിച്ച് പ്രവർത്തിക്കുവാൻ കഴിവുള്ളവർ, സഹകരിപ്പിക്കുക, എല്ലാവരെയും ഇത്തരം ആൾക്കാരെ സഹകരിപ്പിച്ച് സംഘടിച്ചുകൊണ്ട്, ഇവരാണ് ഈ ലോകത്തിലെ നീതിമാന്മാർ. ഈ 5 പേര്. മറ്റുള്ളവരുടെ അടുത്താണെങ്കിൽ കണ്ണില്ലാത്തവനുണ്ടായ ആൾക്കാർ, അത് 100 കണക്കിനുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു 5 പേരേ ഉള്ളൂ, ഒരു 5%. നമ്മളൊരു 100 പേരെ എടുത്താൽ അതിൽ ധർമ്മത്തിനനുസരിച്ച് നീങ്ങുന്ന ഒരാളെ ചിലപ്പം കണ്ടേക്കും. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള എല്ലാത്തിനെയും അത് അർജുനൻ ഒന്ന് കണ്ടേക്കും.
എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കാൻ തൻ്റെ ഇടമുള്ള ഒരുത്തനെ കണ്ടേക്കും. ലോകമേ തറവാട് എന്ന നിലയിൽ കുലമൊന്നുമില്ലാതെ ഒരാളെ കണ്ടേക്കും. സഹവാസം എല്ലാവരെയുമായിട്ട് കൂടിച്ചേർക്കുന്ന ഇങ്ങനത്തെയുള്ള നല്ല ഗുണങ്ങളുള്ള വ്യക്തികൾ എത്ര പേരെ കാണുള്ളൂ? 5 പേരെ കാണുള്ളൂ. ഒരു 100 പേരെ എടുത്താൽ ആ റേഷ്യോ അങ്ങനെ തന്നെയാണ്. അവർക്കെന്തോ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ കാലം അവരിലൂടെയാണ് നാളെ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്, മഹാഭാരത യുദ്ധത്തിലൂടെ. ആ 5 പുത്രന്മാർ, പാഞ്ചാലിയിൽ ഉണ്ടായ ആ 5 പുത്രന്മാർ പിതാക്കന്മാരാകാതെ ഭവിച്ചു. അവർക്ക് പിതാവാകാനുള്ള യോഗ്യതയുള്ളൂ. കാരണം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവന്മാരെല്ലാം അങ്ങ് തട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇപ്പം 29, 30, 31, 32 പറയാണ്. യുധിഷ്ഠിരന് പ്രതിവൃദ്ധൻ എന്നൊരു മകനുണ്ടായിരുന്നു. ഭീമന് ശുതസേനന്, അർജുനന് ശുതകീർത്തി, നകുലന് ശതാനികനും, സഹദേവന് ശുദ്ധകർമാവും. ഇങ്ങനെ ഇവർക്ക് 5 പുത്രന്മാർ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. അത് ദ്രൗപദിയിൽ. പക്ഷെ അവരെല്ലാം എന്തായിപ്പോയി? അവരെയൊന്നും കൂട്ടാൻ പറ്റില്ല. അവരെല്ലാം യുദ്ധം കഴിഞ്ഞപ്പോഴും മരിച്ചുപോയി. കൂടാതെ യുധിഷ്ഠിരന് വേറെയും പുറത്ത് കുറച്ച് പേരുണ്ടായിരുന്നു. പൗരവിയിൽ ദേവകൻ, ഭീമസേനന് ഹിഡിംബിയിൽ ഘടോത്കജൻ, കാളിയിൽ സർവഗതൻ, സഹദേവന് പർവ്വതപുത്രിയായ വിജയിൽ സുഹോത്രൻ, പിന്നെ നകുലന് കരേണുമതിയിൽ നിരമിത്രൻ, അർജുനന് ഉലുപ്പി എന്ന നാഗകന്യകയിൽ ഇരാവാൻ, മണിപ്പൂരദേശത്തെ രാജാവിൻ്റെ പുത്രിയിൽ ഭദ്രുവാഹനൻ, ഇതിന് സുഭദ്രയിൽ അഭിമന്യു ഉണ്ടായി. അഭിമന്യുവിന് ഉത്തരയിൽ താങ്കളും ഉണ്ടായി എന്ന് പറയുമ്പോൾ ആരാണ്? ഈ കഥ കേൾക്കുന്ന പരീക്ഷിച്ചു. എന്നിട്ട് 34 പറയാണ്, കൗരയുദ്ധത്തിൽ എല്ലാവരും കൗരവരെല്ലാം നശിച്ചപ്പോൾ അശ്വത്ഥാമാവ് എന്ത് ചെയ്തു? ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അങ്ങനെ ഈ പരീക്ഷത്തിന് ഗർഭത്തിൽ വെച്ച് ഇല്ലാതാകാൻ പോകുമ്പോൾ കൃഷ്ണൻ്റെ ഔദാര്യത്തിൽ അദ്ദേഹത്തെ എന്ത് ചെയ്തു? അന്ധകരിൽ നിന്നും മോചിപ്പിച്ചെടുത്തു കൃഷ്ണൻ. ഇനി 35 പരീക്ഷിത്തിൻ്റെ പുത്രന്മാരെ പറ്റി പറയുകയാണ്. ജനമേജയൻ, ശുതസേനൻ, ഭീമസേനൻ, ഉഗ്രസേനൻ. ഇനി 36 ജനമേജയൻ. പരീക്ഷിത്ത് എന്ത് ചെയ്യാണ്? കഥയും കേട്ടിരിക്കുകയാണല്ലോ. അപ്പം ഇനി ഭാവിയിൽ പരീക്ഷിത്തിൻ്റെ കാലശേഷമുള്ള തലമുറ പറയാൻ പോവുകയാണ്. അപ്പം നമ്മൾ പരീക്ഷത്തിൻ്റെ അവസ്ഥയിലേക്കൊന്നും എത്തിയിട്ടില്ല കേട്ടോ. മഹാഭാരത യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പരീക്ഷത്തെല്ലാം വരുന്നത്. അപ്പം ഇപ്പം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ശേഷം ഉള്ള പരീക്ഷത്തിൻ്റെ അവിടെ വെച്ചാണ് കഥ പറയുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിന് മുമ്പിലാണുള്ളത്. ഇവിടെ ഇനിയിപ്പം പരീക്ഷത്തോട് പറയുകയാണ്, അങ്ങയെ തക്ഷകൻ വധിച്ചതിൻ്റെ ഫലമായിട്ട് അങ്ങയുടെ പുത്രനായ ജനമേജയൻ എന്തുവരും? വലിയ കോപം ഉണ്ടാക്കിയിട്ട് സർപ്പങ്ങളെയെല്ലാം അദ്ദേഹം ഒരു സർപ്പയാഗത്തിലൂടെ കൊന്നൊടുക്കുവാൻ ശ്രമിക്കും. അത് ഭാവിയിൽ നടക്കാൻ പോവുകയാണ്. പരീക്ഷത്തിൻ്റെ ഭാവിയിൽ നടക്കാൻ പോവുകയാണ്, നമ്മുടെ ഭാവിയിലല്ല. നമ്മൾ മഹാഭാരത യുദ്ധത്തിൻ്റെ അവിടെ കിടക്കുകയാണ്. ഈ ചക്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം പ്രളയം നടന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ പോവുള്ളൂ, മാറ്റമൊന്നുമില്ല. ആൾക്കാരുടെ പേരിലെല്ലാം മാറ്റം വരും, അത്രയേ ഉള്ളൂ. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളെല്ലാം ഉണ്ടാവും. 2000 നടക്കേണ്ടത് ചിലപ്പോൾ 2010 നടക്കും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ.
സംഭവത്തിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാകാം. എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെയാണ് ലോകം പോവുക. ഇനി 37 കൗശകപുത്രനായ തുരൻ എന്ന ഋഷിയെ പുരോഹിതനാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അശ്വമേധയാഗമെല്ലാം നടത്തിയിട്ട് ലോകമെല്ലാം കീഴടക്കിയിട്ട് ഒന്നാക്കും എന്ന് പറയുകയാണ്. അതായത് ഒരൊറ്റ ലോകമായിട്ട് മാറും അവസാനം. അതും ജനമേജയനിലൂടെയെല്ലാം അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഭാവിയാണ് ഈ മഹാഭാരത യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഭാവിയുള്ള ലോകത്തെ പറ്റിയാണ് ഇതെല്ലാം പറയുന്നത്. എന്നിട്ട് ജനമേജയനിൽ നിന്ന് പിന്നെ ഉണ്ടാകുന്നത് ശതാനീകനാണ്. ഇവൻ യാജ്ഞവൽക്കനിൽ നിന്നും വേദമന്ത്രങ്ങളെല്ലാം പഠിച്ചിട്ട് ആയുധാഭ്യാസം കൃപാചാര്യരിൽ നിന്ന് പഠിക്കും. പിന്നെ കർമ്മങ്ങൾ ചെയ്യേണ്ട ടെക്നോളജി, അതിന് അപ്ലൈ ചെയ്യേണ്ട വിധമെല്ലാം ശൗനകമുനിയിൽ നിന്നും പഠിച്ചിട്ട് അവയെല്ലാം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുമെന്ന് പറയുകയാണ്. ഇനി 39 ശതാനീകനിൽ നിന്നും സഹസ്രനീകൻ, അവനിൽ നിന്നും അശ്വമേധജൻ, അതിൽ നിന്നും അസീമകൃഷ്ണൻ, അതിൽ നിന്നും നിമി ചക്രവർത്തി എത്തും. ഇതിൻ്റെ 40, 41, 42, 43, 44 പറയുകയാണ്. ഹസ്തിനപുരം അപ്പോഴേക്ക് പിന്നെ പ്രളയമാണല്ലോ. പ്രളയം നടക്കുമ്പോൾ നദീജലത്തിൽ ഹസ്തിനപുരം നദീജലത്തിൽ മുങ്ങിയപ്പോൾ ഇവൻ ഈ നിമി ചക്രവർത്തി കൗശാംബിയിൽ ചെന്ന് സസുഖം വസിക്കും. അപ്പോൾ അദ്ദേഹം ഭൂമി വെള്ളത്തിൽ ഒന്നും വേറൊരു സ്ഥലത്തിൽ പോയിട്ട് സസുഖം വഹിക്കുന്നു പറഞ്ഞാൽ ചിലപ്പം ബഹിരാകാശത്തെ വല്ല നിലയത്തിലുമായിരിക്കും. അതായത് പ്രളയം നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആൾക്കാരെല്ലാം രക്ഷപ്പെടും. കുറേ ആൾ റോക്കറ്റ് കയറി രക്ഷപ്പെടുമായിരിക്കും. അങ്ങനെ കൗശാംബിയിൽ പോയിട്ട് സസുഖം വഹിക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് പ്രളയം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നിമിയിൽ നിന്ന് ഉത്കനും പിന്നെയുള്ള കാര്യവും പറയുകയാണ്. അവനിൽ നിന്ന് ചിത്രരഥനം, അതിൽ നിന്ന് കവിരഥൻ, അതിൽ നിന്ന് പൃഷ്ടിമാൻ, അതിൽ നിന്ന് സുഷേണൻ, അതിൽ നിന്ന് സുനീതൻ, അതിൽ നിന്ന് നൃചക്ഷസ്, അതിൽ നിന്ന് സുഖീനളൻ, അതിൽ നിന്ന് പരിപ്ലവൻ, അതിൽ നിന്നും സുനയൻ, അതിൽ നിന്നും മേധാവി, അതിൽ നിന്നും നൃപഞ്ജയൻ, അതിൽ നിന്നും ധൂർവൻ, അതിൽ നിന്നും തിമി, അതിൽ നിന്നും ബൃഹദ്രഥൻ, അതിൽ നിന്നും സുദാസനൻ, അതിൽ നിന്നും സദാനീകൻ, അതിൽ നിന്നും ദുർബാമൻ, അതിൽ നിന്നും ബഹീനരൻ, അതിൽ നിന്നും ദണ്ഡവാണി, അതിൽ നിന്നും നിമ്മ, അതിൽ നിന്നും ക്ഷേമാൻ. ഈ വിധം ദേവന്മാരും ഋഷികളും ആദരിക്കപ്പെട്ട ബ്രാഹ്മണ ക്ഷത്രിയരുടെ എല്ലാം വംശം പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുകയാണ്. ഇത്തരത്തിൽ ഈ വഴിക്കുള്ള വംശമെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെയോ 45 അങ്ങനെ ക്ഷേമകനെ രാജാവായിട്ട് ലഭിച്ചതിൽ പിന്നെ എന്തു പറ്റുകയാണ്? ഈ ജനമേജയൻ്റെ വംശം അങ്ങ് തീരുകയാണ്. പിന്നെ അതിനുശേഷം മഗധര വംശജരായ രാജാക്കന്മാരുണ്ടാകും. അവരെപ്പറ്റി പറയാമെന്ന് പറയുകയാണ്. പിന്നെ വേറൊരു രാജവംശത്തെ വേറൊരു ചരിത്രമായിട്ട് പറയുകയാണ്. 46, 47, 48, 49 അത് ജരാസന്ധനിൽ നിന്നെ സന്തതികളിലൂടെയാണ് ഉണ്ടാകുന്നത്. ജരാസന്ധനിൽ നിന്നും സഹദേവൻ, അവനിൽ നിന്നും മാർച്ചാരിയാണ്, അതിൽ നിന്നും സുതസ്രവസ്, അതിൽ നിന്നും അയുധായുസ്, അതിൽ നിന്നും നിരമിത്രൻ, അതിൽ നിന്നും സുനക്ഷത്രൻ, അതിൽ നിന്നും സുഹസേനൻ, അതിൽ നിന്നും കർമ്മജിത്ത്, അതിൽ നിന്ന് ശ്രുതംജയൻ, അതിൽ നിന്നും വിപ്രൻ, അതിൽ നിന്നും ശുചി, അതിൽ നിന്നും സുബ്രതൻ, അതിൽ നിന്നും ധർമ്മധൃതൻ, അതിൽ നിന്നും ശമൻ,
അതിൽ നിന്നും ദ്യുമസേനൻ, അതിൽ നിന്നും സുമതി, അതിൽ നിന്നും സുബലൻ, അതിൽ നിന്നും സുനീതൻ, അതിൽ നിന്നും സത്യജിത്ത്, അവനിൽ നിന്നും വിശ്വജിത്ത്, അവനിൽ നിന്നും രിപുംജയൻ. അങ്ങനെ ബൃഹദ്രവ വംശക്കാരായ മഗധ രാജാക്കന്മാരുടെ 1000 സംവത്സരക്കാലം ഉണ്ടായേക്കും എന്ന് പറയുകയാണ്. ഉണ്ടായേക്കും. അപ്പോൾ അവരിൽ നിന്ന് ഇങ്ങനെ മഗധ രാജാക്കന്മാരുടെ 1000 സംവത്സരക്കാലം ഉണ്ടായേക്കാം. അത് അതിന് ശേഷം വരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞു വിട്ടു. അപ്പോൾ ആ ഒരു ചക്രം അതേപോലെ അങ്ങ് വംശം അങ്ങുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ ഒരു പരമ്പര അല്ലെ വംശപരമ്പര ഏതിലോട്ട് വരുന്നതാണ്? നമ്മളെ ഭാരതത്തിൻ്റെ എല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ ലോകത്തിൽ കൊളോണിയലിസം കഴിഞ്ഞിട്ട് ഭാരതദേശം അടക്കുന്ന ആ പരമ്പരയാണ് ഇവിടെ പറഞ്ഞു വന്നിരിക്കുന്നത്. പക്ഷേ ലോകം രണ്ടായി തിരിഞ്ഞിട്ടുണ്ട്. അതായത് കോൾഡ് വാർ എന്നെല്ലാം പറയുന്ന കേട്ടിട്ടില്ലേ? വാർസാ രാഷ്ട്രങ്ങളും നാറ്റോ രാഷ്ട്രങ്ങളും എന്ന് പറഞ്ഞ ലോകം അന്ന് മുതൽ കൊളോണിയലിസം കഴിഞ്ഞത് മുതൽ ലോകം രണ്ടായി തിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതിൽ ഭാരതവംശത്തിൻ്റെ ആ വംശപരമ്പരയാണ് ഇപ്പോൾ പറഞ്ഞിട്ട് പോയത്. ഇനി ഏതിലൂടെയാണ് പോകാൻ പോകുന്നത്? അപ്പുറത്തെ വശത്തൂട്ടെ, അതായത് യദുവംശത്തെ പറ്റി. ഇപ്പം കൃഷ്ണനെ എല്ലാം പറ്റിയുള്ളത് അടുത്തയിലെല്ലാം വരുന്നത്. അപ്പം അത് അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം. അത് വേറൊരു പരമ്പരയായിട്ട് പോവുകയാണ്.